ഈ ഒരു സംഭവം പ്രധാനമായും എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ പ്രശ്നമുണ്ട്. കാരണം ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, മനസ്സിന് ഫീൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ തൽക്കാലം പറയാൻ പറ്റും. അതാണ് അതിൻ്റെ അവസ്ഥ. ഇങ്ങനത്തെ സാധനത്തിൽ എനിക്കിപ്പം ഇനി അങ്ങോട്ട് അങ്ങനെ പ്രേമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഞാനില്ല. അത് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്. ഞാൻ നാളെ എനിക്ക് ഇതാൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്ന് ഓളായിട്ട് പ്രേമിച്ച് നടക്കാൻ എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ അവളോട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യം ചോദിച്ചു, ഞാൻ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ, അതായത് പാരൻസിനോട് ഡയറക്റ്റ് സംസാരിച്ച് കല്യാണം എന്നുള്ള ഡയറക്റ്റിന് പ്രേമിച്ച് നടക്കൽ ആ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല, മനസ്സിലാവും. അപ്പൊ ഞാൻ ചോദിച്ചു കല്യാണം കഴിക്കാമോ എന്നുള്ള കാര്യം ഞാൻ ഡയറക്റ്റ് തുറന്ന് ചോദിച്ചു. സംഭവം എന്ന് വെച്ചാൽ ഓള് ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്. അതൊരിക്കലും നടക്കില്ല. ഓളെ അച്ഛനും അമ്മേനെയും ഒരിക്കലും വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് ഓള് പറഞ്ഞു. അവർ കഴിഞ്ഞിട്ട് ഒക്കെ എന്തോ ഉള്ളൂ, അവർ സമ്മതിച്ചാൽ മാത്രമേ നടക്കൂ. അതെന്തായാലും ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ അവിടെ ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ലൈവ് ഇട്ടില്ല. ഫുള്ള് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി, കുറച്ച് ഡിപ്രഷനായി. ഓക്കെ, അങ്ങനെ എന്താ പറയുക, കുറച്ച് ദിവസം ഞാൻ ലൈവ് ഇട്ടില്ല. അത്രേ ഉള്ളൂ. കുറെ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കണം. പേരൊന്നും ചോദിക്കില്ല, പേരൊന്നും ഒരിക്കലും ഞാൻ പറയൂല. മനുഷ്യന്മാര് പ്രേമിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ബ്രോ. അവര് ജാതിയും മതമൊന്നും നോക്കാറില്ല. പിന്നെ പല ആൾക്കാരും മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് അതിന് ഉത്തരവില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ പൈസേനേക്കാളും പദവിയേക്കാളും ആൾക്കാർ നോക്കുന്നത് മതത്തോടും ജാതിയോടും തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രോനിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നത്. കാരണം എന്ന് വെച്ചാൽ രണ്ടും രണ്ട് മതസ്ഥരാണെന്ന് ബ്രോ തന്നെ പറയുന്നുണ്ട്. പക്ഷേ രണ്ട് മതസ്ഥരായിട്ടും ബ്രോ സ്നേഹിക്കാൻ കാണിച്ചു. ബ്രോന്റെ മനസ്സിനെ നമുക്കിപ്പം അഭിനന്ദിക്കാണ്ടിരിക്കാൻ പറ്റൂല. കാരണം അങ്ങനെ ഒരു എന്താ പറയുക, മനുഷ്യത്വമുള്ള ഒരാൾക്കാർക്കേ അത് പറ്റുള്ളൂ. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ എന്തും നടക്കുന്നുള്ളൊരവസ്ഥയാണ്. പല ആൾക്കാർക്കും വേണ്ടത് പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കുക എന്നല്ല, പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാർ ഏത് വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണെന്നാണ് ആദ്യം അവർ നോക്കുക. ഒരേ വിഭാഗമാണെങ്കിൽ അവർ ഒന്നിപ്പിക്കും. ഇനി അല്ലാത്ത പക്ഷമാണെങ്കിൽ വിച്ഛേദിക്കാനേ പലവട്ടവും നോക്കുകയുള്ളൂ. ഇപ്പം പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രേമത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ പ്രേമിക്കപ്പെടുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ അല്ല. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു സമൂഹത്തിൽ എന്ന് നമ്മുടെ ഐഡന്റിറ്റി മനുഷ്യനാണ് എന്ന് മാത്രം വരുമോ അന്നേ നമുക്കെല്ലാം സമാധാനം ഉണ്ടാവും. പക്ഷെ ആ ഒരു കാലം എപ്പോൾ വരുമോ അല്ലെങ്കിൽ എങ്ങനെ വരും ചോദിച്ചു കഴിഞ്ഞാൽ വരുമോ തന്നെ ഉള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോരോ ദിവസം കഴിയും തോറും മനുഷ്യന്മാർക്ക് ഭ്രാന്ത് കൂടിക്കൂടി വരികയാണ്. മതത്തിൻ്റെയും അതുപോലെ തന്നെ ജാതിയുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഏതായാലും ബ്രോൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഏതായാലും ഒരു